എപ്പിസോഡിലേക്ക് കടക്കും മുന്നേ കൂട്ടുകാർക്ക് ഈ ഒരു ഡ്രാമ ഇഷ്ടാവുന്നുണ്ടോ? ഇത് കുറച്ചൊരു മിസ്റ്ററി ത്രില്ലർ ആയിട്ടുള്ള ഒരു ഡ്രാമയല്ലേ. നമ്മൾ തൊട്ട് മുന്നേ ഈ ചാനലിൽ ഇട്ട് കണക്കൊരു ഫാന്റസി അല്ലെങ്കിൽ ടൈം ട്രാവൽ ഡ്രാമ അല്ലല്ലോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് അപ്പോൾ ഏത് കൈൻഡ് ഓഫ് ഒരു ഡ്രാമയാണ് ഇഷ്ടമാവുക, ഇങ്ങനത്തെ ആണോ എന്നൊക്കെ എനിക്കൊന്ന് മനസ്സിലാക്കാറ്. അപ്പോൾ കൂട്ടുകാർ മറക്കാതെ ഒന്നും പിശിക്കാതെ ഒന്ന് ലൈക്ക് അടിക്കണേ, സപ്പോർട്ട് ചെയ്യണേ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ അന്ന് ഗ്രാജുവേഷന്റെ ദിവസം അജിൻ ഒരാളെ കണ്ടിരുന്നില്ലേ. വളരെ യാദൃശ്ചികമായിട്ടാണ് അവൾ ആ സ്ട്രീറ്റിൽ അയാളെ കാണുന്നത്. അയാളാകട്ടെ ഒരു കള്ളനെ പിടികൂടുകയായിരുന്നു. അയാളെ കണ്ടപാടെ അജിൻ ഭയങ്കര ഇഷ്ടപ്പെട്ട കണക്ക് അയാളെ നോക്കുന്നുണ്ട്. അയാളുടെ പേര് ജുൻഹോ എന്നാണ്. എന്തായാലും അവൾക്കൊരു താല്പര്യം തോന്നിയത് കൊണ്ട് തന്നെ ജുൻഹോയെ പറ്റി അന്വേഷിക്കുന്നു. ആളൊരു റിട്ടയർ ചെയ്ത ബേസ്ബോൾ പ്ലെയർ ആണ്. ഇപ്പൊ ആളൊരു കഫേ നടത്തുന്നുണ്ട്. അങ്ങനെ ആ കഫേയിൽ ഒരു പാർട്ട് ടൈം ജോലി സംഘടിപ്പിക്കാനായി ഇപ്പോ അജിന് സാധിച്ചിരിക്കുന്നു. അങ്ങനെ അവിടെ വെച്ച് ജിൻസിയോ അജിൻ ഇവിടെ ഇയാൾക്ക് വേണ്ടി ഇങ്ങനെ ജോലിക്ക് കയറിയ കാര്യമൊക്കെ ഓർത്ത് ഇവർ തമ്മിൽ കണ്ടുമുട്ടിയത് യാദൃശികമായിട്ടായിരിക്കോ അതോ അതൊരു വിധിയായിരിക്കോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ അവിടെ പാർട്ട് ടൈം ജോലി കിട്ടിയ സന്തോഷത്തില് അജിൻ ജുൻസിയോട് വന്ന് സംസാരിക്കുന്ന ടീം, ഞാൻ എന്തായാലും എന്റെ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ചു. നിന്റെ അഡ്രസ് ഇപ്പോൾ നിന്റെ അച്ഛൻ കണ്ടുപിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അയാൾ ഇനിയും വന്ന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നീ കെയർഫുൾ ആയിരിക്കണം. നമുക്ക് ഒന്നിച്ച് വേണമെങ്കിൽ സ്റ്റേ ചെയ്യാമെന്ന് ജുൻസിയോ പറയുമ്പോ അത് വേണ്ട, ഞാൻ എന്തായാലും എന്റെ അച്ഛന് എല്ലാ മാസവും ഒരു തുക കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അതാവുമ്പോ പിന്നെ ഇതുപോലെ വന്ന് വലിയൊരു അറ്റാക്ക് എനിക്ക് പേടിക്കേണ്ടി വരില്ലല്ലോ. കുറച്ച് കാശ് കൊടുത്തങ്ങ് ഒതുക്കിയിരുത്തിയാൽ കുഴപ്പമില്ലല്ലോ എന്നെല്ലാം അച്ഛൻ പറയുന്നുണ്ട്. എന്തായാലും ജുൻസിയോ അച്ഛന്റെ കാര്യം ഓർത്ത് വലിയ ടെൻഷനിലാണ്. കൂടാതെ സത്യത്തിൽ അവൻ ഇപ്പൊ വീട് വിട്ട് മാറുന്നതിനും ഒരു കാരണമുണ്ട്. വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവൻ ഇറങ്ങാനായി തുടങ്ങുമ്പോഴേ അമ്മ അവള് നിന്നെ വശീകരിച്ച് കൊണ്ടുപോകല്ലേ, അവളുടെ വാക്ക് കേട്ട് നീ എന്നെ ഇട്ടിട്ട് പോവല്ലെന്നല്ല വീട്ടിൽ നിന്ന് അവൻ മാറി താമസിക്കുന്നതിനെ പറ്റി അമ്മ ദേഷ്യപ്പെടുമ്പോ ഇപ്പോൾ അവൾക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾക്ക് അമ്മയും കാരണമാണെന്ന് അവൻ അമ്മയോട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അതിന് പ്രതികാരമായിട്ട് തന്നെയാ താൻ വീട് വിട്ടു മാറുന്നത്, തനിക്ക് അവളെ കെയർ ചെയ്യണമെന്നെല്ലാം അവൻ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നാണെന്ന് അമ്മ ചോദിക്കുമ്പോൾ അമ്മ വഴിയാണല്ലോ അവളുടെ അച്ഛനിപ്പോ അവളുള്ള സ്ഥലം കണ്ടുപിടിച്ചത്. പിന്നെ പണ്ട് നിങ്ങൾ തമ്മിൽ റിലേഷനിലായിരുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനൊക്കെ കാര്യങ്ങളായതും. അമ്മ അവളെ കൊച്ചിൽ ഉപദ്രവിച്ചത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അമ്മ ആ അച്ഛന്റെ മകളുടെ ലൈഫിലേക്ക് ചെന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവര് സന്തോഷമായിട്ട് എങ്ങാനും ജീവിച്ചു പോയനെ. അതുകൊണ്ട് അമ്മ കൂടുതൽ ന്യായീകരിക്കേണ്ട. അമ്മ അവളെ ദ്രോഹിച്ചതിനുള്ള പ്രായശ്ചിത്തായിട്ട് ഞാനിപ്പോ അവളെ ടേക്ക് കെയർ ചെയ്യുന്നതെന്നെല്ലാം അവൻ ഇങ്ങനെ പറയുന്നുണ്ട്. ജുൻസിയോ അങ്ങനെ വീട് വിട്ട് ഇറങ്ങിയതിന്റെ ഭയങ്കര ദേഷ്യവും സങ്കടവും എല്ലാം അമ്മയ്ക്കുണ്ട്. അവളൊരു ദെവിള, അവള് കാരണം ഇങ്ങനൊക്കെ ആയെന്ന് പറഞ്ഞ് അജിനെ അമ്മ അവിടെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജുൻസിയോ ആകട്ടെ അജിൻ ഇപ്പോ ജോലിക്ക് കയറിയിരിക്കുന്ന ജുൻഹോയുടെ ആ ഒരു കഫേയുടെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള ഒരു സ്ഥാപനത്തിലാണ് ജോലിക്ക് കയറിയിരിക്കുന്നത്. അവിടെ അധ്യാപകനായി കയറിയിരിക്കുന്നു. അവിടെ പഠിക്കുന്ന കുട്ടികളാകട്ടെ ഇപ്പൊ കൂടുതലായി ആ ഒരു കഫേയിലേക്ക് പോകുന്നുണ്ട്. ഇതിനു മുന്നേ ആ ഒരു കഫേയിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പൊ ആ കഫേയിൽ ചെല്ലുന്നുണ്ട്. കാരണം അവർക്കൊക്കെ തന്നെ അവിടുത്തെ സ്റ്റാഫായ അജിന്റെ ആ ഒരു സൗന്ദര്യമൊക്കെ ഭയങ്കരമായി തന്നെ അട്രാക്റ്റീവായി തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ കാണാനായി തന്നെ കുറെ പേര് അങ്ങോട്ടേക്ക് പോകുന്നു. ആക്ച്വലി കഫേയിൽ ഇങ്ങനെ തിരക്ക് കൂടുമ്പോ അജിന്റെ കോവർക്കറായ പയ്യൻ പോലും നിന്നെ കാണാൻ ഇത്രയധികം പേര് വരുന്നതെന്നൊക്കെ പറയുന്ന ടീം വരട്ടെന്നെ, നമ്മുടെ കഫേയിൽ അത്രയും കച്ചവടം കൂടട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡിലായിരുന്നു അജിൻ. പലരും അവളുടെ കാൻഡിഡ് ഫോട്ടോസ് ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് അവളങ്ങനെ വൈറൽ താരമാവുന്നുണ്ട്. നമ്മുടെ നാട്ടിലായാലും ഇതുപോലെ കാൻഡിഡായി പല ആളുകളുടെയും ഫോട്ടോ ഒക്കെ അവരുടെ കാണാനുള്ള ഭംഗിയുടെ പേരിൽ അല്ലെങ്കിൽ അവർ പാട്ട് പാടുന്നത്, ഡാൻസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള അവരുടെ ടാലന്റിന്റെ പേരിലൊക്കെ അപരിചിതരൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തവർ വൈറൽ ആവാറുണ്ടല്ലോ. അതേ കണക്കാണ് ഇവിടെ. അങ്ങനെ വൈറലായ അജിന്റെ ഫോട്ടോസ് നമ്മുടെ ആ ഒരു എന്റർടൈൻമെന്റ് കമ്പനിയുടെ സിഇഒ ആയ മിറിയുടെ അടുത്തേക്ക് എത്തുന്നു. മിറിക്ക് ആദ്യം അജിനെ കണ്ടപ്പോഴേ, അതായത് അജിൻ ഇത്രയും വൈറൽ ആവുന്നതിന് മുന്നേ, ഫേമസ് ആവുന്നതിന് മുന്നേ അജിനെ കണ്ടപ്പോഴേ അവൾക്ക് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ നല്ലൊരു ഭാവിയുണ്ട്, അവൾക്ക് അതിനുള്ള ആ ഒരു ഗെറ്റപ്പ് ഉണ്ടെന്നൊക്കെ തോന്നിയിരുന്നു അല്ലെ. പക്ഷെ അന്ന് അവർ ആ ഓഫർ വെച്ചപ്പോ അജിൻ അത് സ്വീകരിച്ചില്ല. ഇപ്പൊ വീണ്ടും അവളെ വൈറൽ താരമായി കാണുമ്പോൾ അവളെ എങ്ങനെയെങ്കിലും തന്റെ കമ്പനിയുടെ ഭാഗമാക്കി മാറ്റണം, ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരണമെന്ന് മിറിക്ക് വീണ്ടും ഒരു താല്പര്യം വരുന്നുണ്ട്. എന്തായാലും അജിൻ അങ്ങനെ കഫേയിലെ ജോലി ചെയ്യുന്ന ടീം കൂടെയുള്ള പയ്യനോട് അവരുടെ കഫേ ഓണറായ ജുൻഹോനെ പറ്റിയൊക്കെ കൂടുതൽ ചോദിച്ചറിയാനൊക്കെ നോക്കുന്നുണ്ട്. അറിയാവുന്ന കണക്ക് മുന്നേ ഒരു ബേസ്ബോൾ പ്ലെയർ ആയിരുന്നു. പിന്നെ പരുക്ക് പറ്റിയ ശേഷം ആൾക്ക് അതിൽ പിന്നെ തുടരാനായി സാധിച്ചിട്ടില്ല. ഇപ്പോ ഈ കഫേ നടത്തുന്നുണ്ട്. പിന്നെ ആള് ഭയങ്കര ഒരു നല്ല ആളാണ്, ഫ്രണ്ട്സിനൊക്കെ കൈ കഴിഞ്ഞ് സഹായിക്കും. അങ്ങനെ അതിന്റെ പേര് കുറച്ച് കടവും കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ അറിയുമ്പോൾ അജിന് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട് അയാളുടെ ആ ഒരു കാര്യങ്ങളിൽ. അങ്ങനെ അന്ന് ജുൻഹോയ്ക്ക് ആളുടെ ഷോപ്പിലെ സ്റ്റാഫായ അജിനെ പറ്റി ചോദിച്ചുകൊണ്ട് ഒരു റാൻഡം കോള് വരുന്നുണ്ട്. ഈ വരുന്ന ആളുകളൊക്കെ തന്നെ ഇവളുടെ പുറകെ ഇങ്ങനെ നടക്കുന്ന എന്തിനാണെന്ന് പറ്റില്ല ജുൻഹോയ്ക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഒരു പെണ്ണിന്റെ പുറകെ നടക്കാൻ മാത്രം എന്തുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുമാതിരി സംസാരിക്കുന്ന അയാൾ എന്തെങ്കിലും ലേറ്റ് ആയി വേഗം വീട്ടിലേക്ക് പോകും, നിന്റെ ഫ്രണ്ട് ജുൻസിയോ വിളിക്കാൻ വന്നില്ലേ, ഇനിയും വെയിറ്റ് ചെയ്തെന്നാ ഒത്തിരി ലേറ്റ് ആയല്ലോ, വീട്ടിലേക്ക് പോക്കോന്ന് പറഞ്ഞ് വേഗം അവളെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോഴേക്കും അവളുടെ നമ്പർ ചോദിച്ചു വിളിച്ച ആ ഒരു അജ്ഞാത പയ്യൻ കഫേയുടെ അവിടേക്ക് വരുന്നു. എനിക്ക് നിങ്ങളുടെ സ്റ്റാഫിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ സ്റ്റാഫോ അവരൊന്നും ഇവിടെ ഇല്ല, അവരൊക്കെ പോയി, ഇപ്പൊ ക്ലോസിംഗ് ടൈം ആണെന്ന് പറഞ്ഞ് അയാളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ടെങ്കിലും അയാളാകട്ടെ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്ന അജിനെ അപ്പോഴേക്കും കണ്ടുപിടിക്കുകയും അവൾ അങ്ങനെ ഫോളോ ചെയ്ത് അവളുടെ വീടിന്റെ അവിടേക്ക് ചെല്ലുകയും ചെയ്യുന്നു. ഇതേ ടീം അജിനെ പിക്ക് ചെയ്യാനായി എത്തേണ്ടത് ജുൻസിയോ ആയിരുന്നു. പക്ഷെ അന്ന് ജുൻസിയോയുടെ അച്ഛന്റെ
ഓർമ്മ ദിവസം ആയതുകൊണ്ട് തന്നെ അവൻ ആ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി പോയിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് മുത്തശ്ശനെ കണ്ട് സംസാരിക്കുമ്പോൾ അവൻ വീട്ടിൽ നിന്ന് ഇപ്പം മാറി താമസിക്കുന്ന കാര്യമൊക്കെ അറിഞ്ഞതിനെ പറ്റി മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ സംസാരിച്ച് ലേറ്റ് ആയിട്ടാണ് ജുൻസിയോ എത്തുന്നത്. അവൻ വരുന്ന വഴി അജിനെ പലതവണ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ കോൾ എടുത്തതേ ഇല്ല. പിന്നീട് അവൻ അവളുടെ വീടിന്റെ അടുത്തേക്ക് എത്തുന്ന സമയത്താണ് റോഡ് സൈഡിൽ അവളുടെ ബാഗ് കിടക്കുന്നത് കാണുന്നത്. എന്തോ ഒന്ന് പറ്റിയെന്ന് ഓർത്ത് പേടിയായി അവൻ വേഗം അവിടെ പരുതുമ്പോഴേക്കും മുന്നേ അജിനെ ഫോളോ ചെയ്ത് വന്ന ആ ഒരു സ്റ്റോക്കറില്ലേ, അയാളെ അജിൻ കല്ലുകൊണ്ട് അടിക്കുന്നതാണ് കാണുന്നത്. കാരണം അയാൾ അവളെ ഉപദ്രവിക്കാൻ നോക്കി പിറകെ വന്ന് അവൾ രക്ഷപ്പെടാനായി അയാളെ തിരിച്ചാക്രമിച്ചു. ഈ കാഴ്ച കണ്ട് ജുൻസിയോ ആകെ ഞെട്ടി നിൽക്കുമ്പോഴേക്കും അവനെ കാണുന്ന അജിൻ ഭയങ്കരമായി ദേഷ്യപ്പെടുന്നുണ്ട്. നീ ഇത്രയും ലേറ്റ് ആയിട്ടാണോ എന്നെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വന്നത്? നിനക്ക് എന്നെ പറ്റി എന്തെങ്കിലും ചിന്തയുണ്ടോ? നീ സമയത്ത് വന്നായിരുന്നെങ്കിൽ എനിക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വരുമായിരുന്നു എന്നെല്ലാം അവൾ ഭയങ്കരമായി തന്നെ ദേഷ്യപ്പെടുന്നു. എന്തായാലും ആ സമയം അജിനെ തടയാനായി ജുൻസിയോ നോക്കുമ്പോ നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയുന്നവൻ പക്ഷെ ഒരാളെ കൊല്ലാൻ മാത്രം എനിക്ക് കഴിയില്ലെന്ന് അവൾ ഉദ്ദേശിക്കുന്നത് അതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറയുമ്പോ ഈ ഒരു ഉത്തരവല്ല ഞാൻ നിന്നീന്ന് എക്സ്പെക്ട് ചെയ്തതെന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും നീ ചെയ്യണം, നീ എനിക്ക് വേണ്ടി ഒരാളെ കൊല്ലാൻ പോലും റെഡി ആവണമെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം അജിൻ ആക്രമിച്ച ആ ഒരു സ്റ്റോക്കർ അവിടെ ചോര വാർന്ന് കിടക്കാണ്. അയാൾക്ക് ജീവനുണ്ട്, എന്നൊന്ന് ഹെൽപ്പ് ചെയ്യുന്ന അയാൾ അവിടെ റിക്വസ്റ്റ് ചെയ്യുന്നത് കേൾക്കുന്ന ജുൻസിയോ ഇവിടെ നടന്ന കാര്യങ്ങള് നീ ആരോടും പറയില്ലെന്ന് പ്രോമിസ് ചെയ്താ ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞ് ഒരു ആംബുലൻസ് വിളിച്ച് അയാളെ ഹോസ്പിറ്റലിലേക്ക് വിടുകയും അജിനെ അയാളെ ആക്രമിച്ച ഒരു കല്ല് തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായി പുഴയിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും. അജിനെ കൊണ്ട് എങ്ങനെ താൻ മുന്നോട്ട് പോകും? ഒരു പ്രശ്നങ്ങളും പെടുത്താതെ എങ്ങനെ അവളെ സേഫായി നോക്കുന്നില്ല. ഭയങ്കര ടെൻഷനായി നിൽക്കുകയാണ് ജുൻസിയോ. അപ്പോഴേക്കും തന്റെ വീടിന്റെ അവിടേക്ക് എത്തുന്ന അജിൻ അവിടെ അച്ഛൻ നിൽക്കുന്നത് കാണുന്നുണ്ട്. അച്ഛനാകട്ടെ അവിടെ ആരോടോ ഫോണിൽ സംസാരിച്ച് നിൽക്കുകയാണ്. ആളപ്പോഴേക്കും അച്ഛൻ വരും അറിയാവുന്നതുകൊണ്ട് തന്നെ അച്ഛന് വേണ്ടി അവൾ അവിടെ വെച്ചിരുന്ന കാശ് പിടിച്ചിട്ടുണ്ട്. ആ കാശ് എടുത്ത് അയാൾ അങ്ങനെ ഫോണിൽ ആരോടോ അച്ഛനെ പറ്റി തന്നെ അവളെ ഉപദ്രവിക്കാനുള്ള അയാളുടെ ഇന്റൻഷൻ വെളിപ്പെടുത്തുന്ന രീതിയിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടോണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന അജിൻ അയാളെ തള്ളിയിട്ട് കൊല്ലാനായി ഒരു ശ്രമം നടത്താൻ ഒരുങ്ങുമ്പോഴേക്കും അത് മനസ്സിലാക്കുന്ന അച്ഛൻ അവളെ തിരിച്ചാക്രമിക്കുന്നു. എന്നെ തള്ളിയിട്ട് കൊല്ലാൻ മാത്രം നീ ആയോ എന്ന് ചോദിച്ച് അവക്കിട്ട് നല്ല അടിയും കൊടുത്ത് അച്ഛൻ അങ്ങനെ അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജുൻസിയോ ആ ഒരു കല്ലും കളഞ്ഞ് അജിനെ അന്വേഷിച്ചെത്തുന്നത്. അവൾ മുന്നേ അവനോട് പിണങ്ങിപ്പോയിരുന്നല്ലോ, അപ്പൊ സംസാരിക്കാനായി വന്നതാണ്. പക്ഷെ അപ്പോ കാണുന്നത് ഈ അച്ഛനെയും. എടാ നിനക്ക് ഞാനൊരു ഉപദേശം തരാം, ഇവളുടെ കൂടെ കൂടിയാ നീ നശിച്ചു പോത്തേ ഉള്ളൂ, വേഗം നല്ലൊരു ജീവിതം വേണമെങ്കിൽ ഇവളുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു പോയെന്ന്. പക്ഷെ ജുൻസിയോ അത് കാര്യമാക്കുന്നില്ല. അവൻ അവളുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും കഴുത്തിലും മുറിപ്പാടൊക്കെ ഉണ്ട്. അത് കാണുന്ന അവൻ അച്ഛൻ നിന്നെ അടിച്ചോന്ന് ചോദിക്കുമ്പോ അടിച്ചു, നീയും എന്നെ അടിക്കുന്നു ചോദിക്കുമ്പോ നീ എന്താ ഇങ്ങനെ പറയുന്നതെന്നായിരുന്നു അവന്റെ ചോദ്യം. അല്ല എല്ലാവരും എന്നെ ഉപദ്രവിക്കാണല്ലോ, നീ ആയിട്ട് എന്തിനാ ഉപദ്രവിക്കാതിരിക്കുന്നതെന്ന് അവൾ വളരെ സെന്റിമെന്റലായി പറയുമ്പോ എനിക്കതിന് കഴിയുമോ, ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല എന്നെല്ലാം അവൻ പറയുന്നുണ്ട്. എന്തായാലും ജുൻസിയോയെ ഒന്നുകൂടെ വശീകരിക്കുന്ന കണക്ക് തന്നെ അവിടെ അജിൻ സംസാരിക്കുന്നുണ്ട്. അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ കൊച്ചിലെ മുതൽ അനുഭവിച്ച കഷ്ടപ്പാടുകളും അവളുടെ ലൈഫിൽ എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ട് സംകടപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സെന്റിമെന്റലായി സംസാരിക്കുമ്പോൾ അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാം, പക്ഷെ ഒരാളെ കൊല്ലാനുള്ള ധൈര്യം ഇല്ലെന്ന രീതിക്ക് സംസാരിച്ച ജുൻസിയുടെ മനസ്സ് മാറ്റിയെടുക്കണം, തനിക്ക് വേണ്ടി അവൻ കൊല്ലാൻ പോലും തയ്യാറാണോ എന്നതായിരുന്നു അവളുടെ ഒരേ ഒരു ഉദ്ദേശം. എന്തായാലും അത് ഏറ്റവും തോന്നുന്നു. അവളെ താൻ ഏറ്റവും നന്നായി പ്രൊട്ടക്ട് ചെയ്യുന്നു, അവൾക്ക് വേണ്ടി എന്തും താൻ ചെയ്യുമെന്നും അവനോട് പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം കഫേയിൽ നിൽക്കുന്ന അജിന്റെ കഴുത്തിലെ മുറിപ്പാട് കണ്ട് എന്ത് പറ്റിയെന്ന് കഫേ ഓണറായ ജുൻഹോ ചോദിക്കുമ്പോൾ ഞാൻ വീണതാണെന്നാണ് അവൾ പറയുന്നത്. കെയർഫുൾ ആയിട്ടിരിക്കേണ്ട, പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയണം, പറയാൻ മടിക്കരുത് എന്ന് പ്രത്യേകമായി പറയുന്ന അയാൾ അല്ല നിന്റെ അച്ഛൻ കൂടെ ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. കാരണം രാത്രി അച്ഛൻ വിളിക്കാൻ വന്നാൽ അവൾക്ക് കുറച്ചുകൂടെ സേഫ്റ്റി ആയിരിക്കുമല്ലോ എന്ന രീതിക്ക്. ആ സമയം എന്റെ അച്ഛന് നൈറ്റ് ജോലിയുണ്ട് അതുകൊണ്ടാണ് വരാൻ പറ്റാത്തതെന്നെല്ലാം അവൾ പറയുന്നുണ്ട്. ആക്ച്വലി എന്താണ് അജിന്റെ അച്ഛൻ ചെയ്യുന്നതെന്ന് അപ്പൊ നമുക്ക് കാണാം. ഇയാളാകട്ടെ വലിയൊരു തോന്നിവാസം കാണിക്കുന്നുണ്ട്. മുന്നേ അജിന്റെ വീഡിയോ എടുത്ത് വിറ്റ് അവളെ ഓർഫനേജിൽ കൊണ്ടാക്കാന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നല്ലോ അയാൾക്ക്. ഇപ്പോഴും അതേപോലെ വീഡിയോ എടുത്ത് വിൽക്കലാണ് അയാളുടെ പരിപാടി. പക്ഷെ അത് പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന ലേഡീസിന്റെ ഒക്കെ വീഡിയോ അവിടെ അയാൾ വെച്ചിരിക്കുന്ന ഒളിക്യാമറ വഴി ക്യാപ്ചർ ചെയ്ത് അതങ്ങനെ വിൽക്കലാണ്. അത് അയാളെ ഫോളോ ചെയ്ത് മനസ്സിലാക്കുന്നത് ജുൻസിയോ തെളിവ് സഹിതം പിടികൂടാനായി വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലീസിനെ ഏൽപ്പിച്ച ഇയാളങ്ങനെ ജയിലിൽ കിടന്ന അജിന് പിന്നെ ഇയാളെ കൊണ്ട് ശല്യം ഉണ്ടാവില്ലല്ലോ എന്ന ഒരു രീതിക്ക്. പക്ഷെ അത് അജിന്റെ അച്ഛൻ കാണുകയും അവൻ തന്റെ വീഡിയോ പിടിച്ചത് മനസ്സിലാക്കി അവനെ ഉപദ്രവിക്കാനായി പിറകെ ഓടുകയും ചെയ്യുന്നു. അങ്ങനെ അവർക്കിടയിൽ പിടിവലിയാകുമ്പോ അജിനെ ഉപദ്രവിക്കരുത്, അവളുടെ അടുത്തേക്ക് വന്നേക്കരുതെന്നെല്ലാം ജുൻസിയോ പറയുന്ന ടീം അത് കേൾക്കാനായി അജിന്റെ അച്ഛൻ തയ്യാറാവുന്നില്ല. നിങ്ങളെ ഞാൻ കൊന്നുകളയെന്നൊക്കെ പറഞ്ഞ് ജുൻസിയോ ആക്രോശിക്കുന്നുണ്ടെങ്കിലും അവൻ അതിന് പറ്റുന്നില്ല. ഈ സമയം അവിടെ പോലീസ് എത്തുകയും ഇവരെ പിടിച്ചോണ്ട് പോവുകയും ചെയ്യുന്ന കാഴ്ച അജിൻ കാണുന്നുണ്ട്. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അജിനെ അവളുടെ അച്ഛൻ ഉപദ്രവിക്കുന്നതിനെ പറ്റിയെല്ലാം ജുൻസിയോ പരാതി പറയാൻ നോക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് എത്തുന്ന അജിനാകട്ടെ അതിനോടകം ജുൻസിയോയുടെ ഫോൺ കൈക്കലാക്കി അതിൽ അവളുടെ അച്ഛനെതിരെ അവൻ തെളിവായി പിടിച്ചിരുന്ന വീഡിയോ ഒക്കെ മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ആ വീഡിയോ പോലീസിനെ കാണിക്കാനോ അല്ലെങ്കിൽ ഇയാളാണ് തെറ്റുകാരൻ എന്ന് അവിടെ സ്ഥാപിക്കാനോ കഴിയുന്നില്ല. അജിനും ജുൻസിയോ പറയുന്നതിനെ സപ്പോർട്ട് ചെയ്ത് തന്റെ അച്ഛനെതിരെ ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ അവിടെ നിന്ന് റിലീസായി പോകുന്നു. പക്ഷെ അയാളെ അടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന പേരിൽ ജുൻസിയോയെ പോലീസ് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അച്ഛൻ തന്നെ ഹെൽപ്പ് ചെയ്ത കാര്യം മനസ്സിലാക്കുന്ന അച്ഛൻ അവളോട് നൈസായി നീ എനിക്ക് തരാനുള്ള കാശ് തന്ന ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഹാപ്പി ആയി പോകുമ്പോൾ അജിൻ ജുൻസിയോയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. നീ എന്തിനു ഇങ്ങനെ ചെയ്തതെന്നെല്ലാം അവൾ തെളിവ് നശിപ്പിച്ച് അവളുടെ അച്ഛനെ ഇപ്പൊ ഹെൽപ്പ് ചെയ്തതിനെ പറ്റി ജുൻസിയോ വളരെ സങ്കടത്തിൽ ചോദിക്കുമ്പോൾ നീ ഇങ്ങനെ ചെയ്തിട്ട് എന്ത് കാര്യ, അച്ഛൻ അവര് കുറച്ചു ദിവസം ജയിലിൽ
ജയിലിൽ പിടിച്ചിടുമായിരിക്കും. അത് കഴിഞ്ഞ് റിലീസ് ചെയ്യും. അപ്പൊ വന്ന് വീണ്ടും ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നീ വെറുതെ ഇതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട, ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാന്ന് പറയുന്നവൾ അവൻ അങ്ങനെ ജയിലിൽ കിടക്കുന്ന ആ ഒരു സമയത്ത് പുറത്തിറങ്ങി പോകുന്നുണ്ട്. അവനെ പുറത്തിറക്കാനൊന്നും അവൾ അപ്പൊ ഒന്നും മെനക്കെടുന്നില്ല. എന്തായാലും തിരിച്ചു വീട്ടിലെത്തി അവൾ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അത് പ്രകാരം അടുത്ത ദിവസം കഫേയിൽ തന്റെ ജോലിക്ക് പോകുന്നതിന് മുന്നേ അവളാകട്ടെ നെറ്റിയിൽ ഒരു മുറിവ് പറ്റിയ കണക്ക് ബാൻഡേജ് ഒക്കെ ഒട്ടിച്ചു വെക്കുന്നുണ്ട്. ആക്ച്വലി അവിടെ മുറിവും കാര്യങ്ങളൊന്നുമില്ല, അവൾ മനഃപൂർവ്വം ഒട്ടിക്കുന്നതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം കഴുത്തിലെ മുറിവും ഇപ്പൊ നെറ്റിയിലെ മുറിവും ഒക്കെ കാണുമ്പോൾ ആ കഫേ ഓണർ അവൾക്ക് എന്ത് പറ്റിയെന്ന് വളരെ ആവലാതിയോടുകൂടി ചോദിക്കുമ്പോൾ അവൾ ആദ്യം ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും പറയാനായി അവർ നിർബന്ധിക്കുമ്പോൾ പറയുന്നുണ്ട്, അത് പിന്നെ എന്നെ ഒരു അജ്ഞാതൻ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഞാൻ പിന്നെ എങ്ങനെ നിങ്ങളോടത് പറയാ, എങ്ങനെ ഹെൽപ്പ് ചോദിക്കാൻ, നിങ്ങളെയും കൂടി ബുദ്ധിമുട്ടിക്കുന്ന എങ്ങനെയാണെന്ന് ഓർത്ത് ഒന്നും പറയാതിരുന്നതാണെന്നല്ല. എവിടെ ജുൻസിയോ, നിന്റെ ആ ഫ്രണ്ട് ആളല്ലേ നിന്നെ എപ്പോഴും പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്, അവനിപ്പോ എവിടാന്നെല്ലാം അത് കേട്ട് കഫേ ഓണർ തിരക്കുന്ന ടീം അവൻ മുത്തശ്ശനെ കാണാൻ പോയിരിക്കുക. ഏതാണ്ട് ഒരാഴ്ച കഴിയും അവൻ മടങ്ങി വരാനെന്നും വലിയൊരു കള്ളം പറയുന്നു. എന്തായാലും അജിൻ എന്തോ മനസ്സിൽ പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതും ചെയ്യുന്നതും ഒപ്പം ജുൻസിയോയെ പോലീസ് സ്റ്റേഷനിലാക്കിയതെന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്തായാലും അവൾ ആഗ്രഹിച്ച കണക്ക് തന്നെ അവളെ ഒരാള് ഫോളോ ചെയ്യുന്നു. അവളുടെ കൂടെ നിൽക്കാൻ അച്ഛനോ ഫ്രണ്ടോ ഒന്നും ഇപ്പൊ ഇല്ല, അവൾ ആകെ പ്രശ്നത്തിലാണെന്ന് അവളെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്ന കഫേ ഓണർ ഞാൻ തന്നെ വീട്ടിൽ നിന്നെ ഡ്രോപ്പ് ചെയ്യാവുന്ന അവളോട് പറയുന്നുണ്ട്. അത് തന്നെയായിരുന്നു അവൾക്ക് വേണ്ടത്. അങ്ങനെ അന്ന് അച്ഛനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനായി ജുങ്ഹോ അവളുടെ കൂടെ പോകുന്ന ടീം അവൾക്ക് സേഫ്റ്റിക്ക് വേണ്ടി ഒരു പെപ്പർ സ്പ്രേ ഗിഫ്റ്റ് ചെയ്യുന്നു. ആ ടീം അവൾ കൂടെ ജോലി ചെയ്യുന്ന പയ്യനിൽ നിന്ന് ജുൻഹോയെ പറ്റി അറിഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഇയാൾ ഫ്രണ്ടിനെയൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കരമായി ഹെൽപ്പ് ചെയ്ത് ഇയാൾ തന്നെ പ്രശ്നത്തിലായാലും ചുറ്റിനുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ നല്ലൊരു മനസ്സ് അയാൾക്കുണ്ടെന്ന കാര്യം അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇയാളെ തന്റെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യണമെന്ന് തന്നെ അജിൻ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെ അജിൻ താമസിക്കുന്ന സ്ഥലത്ത് ജുങ്ഹോയുമായി അജിൻ എത്തുമ്പോഴേക്കും അവിടെ ഒരു ബോക്സിൽ ചത്ത എലിയുണ്ട്. നെക്സ്റ്റ് നീ ആണെന്നും പറഞ്ഞ് ഇങ്ങനെ അതിൽ കുറിപ്പുണ്ട്. ഇത് കണ്ട് ജുങ്ഹോ ആകെ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ നിന്ന് ഒരാൾ ഓടുന്നു. അത് മറ്റാരുമല്ല, അജിനെ ഫോളോ ചെയ്ത് അവളെ ഉപദ്രവിച്ച ആ ഒരു പയ്യനില്ല, ഇതേ പയ്യൻ തന്നെയാണ്. അത് കണ്ട് ജുങ്ഹോ പിറകെ പിടിക്കാൻ ഓടുന്നുണ്ടെങ്കിലും അവനെ കിട്ടിയില്ല. ഇതേ ടീം അജിൻ ഒരു കൂസലും ഇല്ലാണ്ട് ഇതൊക്കെ നോക്കി നിൽക്കാണ്. കാരണം അവളും ഇതൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ്, ഇതൊക്കെ തന്നെയായിരുന്നു അവൾക്ക് വേണ്ടിയിരുന്നത്. അയാളാകട്ടെ തിരിച്ചു വന്ന് അവനെ കിട്ടിയില്ല, അവൻ ഓടിപ്പോയി. എന്തായാലും നീ ഇവിടെ താമസിക്കുന്നത് സേഫ് അല്ല എന്നൊക്കെ പറഞ്ഞ് അവളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല പൊക്കോന്നും പറഞ്ഞ് അവൾ അകത്തേക്ക് കയറി പോകുന്നു. അയാളാകട്ടെ എന്തോ ഒന്ന് എടുത്ത് അവളുടെ വീടിന്റെ അവിടെ അവളുടെ സേഫ്റ്റിക്ക് വേണ്ടി വെക്കുന്നത് നമുക്ക് കാണാം. അജിൻ പിന്നീട് വീട്ടിലേക്ക് എത്തി അവളുടെ വീടൊക്കെ അലങ്കോലപ്പെടുത്തി ഇടുകയും അച്ഛന് അടുത്ത ദിവസം വീട്ടിലേക്ക് വരാനായി മെസ്സേജ് അയക്കുന്നു. കാശ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് വന്ന് മേടിച്ചോണ്ട് പോയെന്ന് മെസ്സേജ് അയക്കുമ്പോൾ ഇവളെ എന്തായാലും പേടിപ്പിച്ച് കാശ് ഇങ്ങനെ കൈ കിട്ടുന്നത് നല്ല ഒരു കാര്യം തന്നെയാണെന്ന് അച്ഛനും ആ മെസ്സേജ് കണ്ട് ഹാപ്പി ആവുന്നത് നമുക്ക് കാണാം. പിന്നീട് അവൾ സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ ഒന്ന് രാത്രി ഇറങ്ങുന്നുണ്ട്. ആ സമയം വീണ്ടും ആ സ്റ്റോക്കർ അവളെ ഫോളോ ചെയ്യുന്നത് നമുക്ക് കാണാം. എന്തായാലും ആ സമയം ആ ഒരു ഷോപ്പിന് വെളിയിലായി അവളുടെ കോവർക്കറിനെ കാണാം. ആൾ കുറച്ച് ഡ്രിങ്ക്സ് അടിച്ചിരുന്നു, ഇങ്ങനെ ആടി തൂങ്ങി വരികയാണ്. ആ സമയത്ത് ഷോപ്പിനകത്ത് അജിൻ നിൽക്കുന്നതും പിന്നെ അവളെ ഫോളോ ചെയ്ത ആ ഒരു സ്റ്റോക്കർ നിൽക്കുന്നതും അയാൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അപ്പോൾ ഡ്രിങ്ക്സ് അടിച്ച് വിറ്റായിരുന്നുകൊണ്ട് തന്നെ ആ ഒരു ഇതിൽ അങ്ങ് പോകുന്നു. അടുത്ത ദിവസമായിട്ട് അജിനെ കാണാൻ ഈ കഫേയിലേക്ക് എന്റർടൈൻമെന്റ് കമ്പനിയുടെ സിഇഒ ആയ മിറി എത്തുന്നുണ്ട്. മിറി അജിനോട് വീണ്ടും അവൾക്ക് ഒരു ഓഫർ നൽകുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടെന്ന്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതിനെ പറ്റി അജിൻ പറയുന്ന ടീം എന്താ പ്രശ്നം, കാശാണോ, ഞാൻ തരാന്ന് അവർ പറയുന്ന ടീം അതല്ല കാശൊന്നും അല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്തിട്ട് ഞാൻ തന്നെ എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് പറയുമ്പോൾ ശരി നിനക്ക് എപ്പോഴാന്ന് വെച്ചാൽ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരണമെന്ന് തോന്നുമ്പോൾ ആദ്യം നീ എന്നെ തന്നെ കോൺടാക്ട് ചെയ്യണമെന്നും പറഞ്ഞ് വീണ്ടും അവളോട് സംസാരിച്ച് അവർ പോകുമ്പോൾ കോവർക്കർ അവളെ കളിയാക്കുന്നുണ്ട്. ഓ സെലിബ്രിറ്റിയാ, ഓട്ടോഗ്രാഫ് ഒക്കെ വാങ്ങേണ്ടി വരുമോ എന്നൊക്കെ അവൾ അത് കേട്ട് ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവൾ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അല്ല ഇന്ന് രാത്രിയിലും സേഫ് ആയിട്ട് വീട്ടിൽ കിടക്കാൻ പറ്റുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ, നീ എന്റെ കൂടെ വാ, എന്റെ അച്ഛനും അമ്മയുള്ള വീട്ടിലേക്ക് ഉണ്ടാവും, അവിടെ നീ സേഫ് ആയിരിക്കും എന്നൊക്കെ അയാൾ പറയുമ്പോൾ അവൾ ആദ്യം വേണ്ടാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നീട് സമ്മതിക്കുന്നു. അപ്പോഴാണ് ആ കോവർക്കർ പയ്യൻ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിന്റെ അവിടെ അജിനെയും അവളെ ഫോളോ ചെയ്ത് ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ അയാളെയും കണ്ട കാര്യം ഓർക്കുന്നതും അത് പറയാനേ ഒരുങ്ങുന്നതും. എന്തോ തന്നെ പറ്റി പറയാൻ പോവാണ്, തന്റെ പ്ലാനിങ് കുളവാക്കുന്ന എന്തെങ്കിലും കാര്യമായിരിക്കും അതെന്ന് തോന്നുന്ന അജിൻ പെട്ടെന്ന് അവരുടെ ശ്രദ്ധ തിരിക്കാനായി അവളുടെ കൈ മുറിക്കുന്നു. അങ്ങനെ അയാൾ കയ്യിൽ മരുന്ന് പുരട്ടാനായി അത് എടുക്കാനായി പോകുന്ന ടീം എന്നെ പറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആരോടും പറയരുതെന്ന് ഒരു പാവത്തെ കണക്ക് അജിൻ ആ കോവർക്കർ പയ്യനോട് പറയുന്നുണ്ട്. അവനും അത് കേട്ടൊന്നും മിണ്ടുന്നില്ല. ഇതേ ടീം ഇപ്പോഴും അജിന്റെ അച്ഛനുമായി നടന്ന ഒരു പ്രശ്നത്തിന്റെ പേരിൽ ജയിലിൽ തന്നെയായിരുന്നു ജുൻസിയോ ഉണ്ടായിരുന്നത്. ജുൻസിയുടെ അടുത്ത പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് നിന്നെ ഇറക്കിക്കൊണ്ട് പോകാനൊന്നും നിനക്ക് ഗാർഡിയൻ ഒന്നും ഇല്ലേ എന്നില്ല. അവൻ അത് കേട്ടൊന്നും മിണ്ടുന്നില്ല. കാരണം ഇത് ചെറിയ ഒരു കാര്യത്തിന്റെ പേരിലാണ് അവനെ പിടിച്ചിട്ടിരിക്കുന്നത്, അല്ല ഒരു അടിപിടി റോഡിൽ കിടന്ന്. എന്നിരുന്നാലും ആരെങ്കിലും വിളിക്കാൻ വന്നാൽ ആ ഒരു രീതിക്ക് വിടാന്ന് മറ്റുള്ളവരെ കസ്റ്റഡി തന്നെ വിട്ടേക്കണം. പക്ഷെ ആരും വരുന്ന മട്ടുമില്ല. എന്തായാലും ജുൻഹോയുടെ കൂടെ വീട്ടിൽ പോകാന്ന് സമ്മതിച്ച അജിൻ പക്ഷെ ജുൻഹോയുടെ കൂടെ പോകാതെ നേരെ അവളുടെ വീട്ടിലേക്ക് പുറപ്പെടുകയും പിന്നീട് അയാൾക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ, കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കാറുണ്ട്, എന്നിട്ട് ഞാൻ കൂടെ വരാൻ വിളിക്കാൻ വന്നാൽ മതി എന്ന്. എന്തായാലും അവൾ കൂടെ വരില്ല, സേഫ് ആവില്ല എന്നൊക്കെ ജുൻഹോ അത് കണ്ട് തെറ്റിദ്ധരിക്കുന്നു. അപ്പോഴേക്കും കഴിഞ്ഞ ദിവസം അച്ഛന് മെസ്സേജ് അയച്ചിരുന്നല്ലോ എജിൻ വീട്ടിലേക്ക് വരുന്ന കാര്യത്തെ പറ്റി. ആ ഒരു സമയമാകുമ്പോൾ കറക്റ്റ് അച്ഛൻ വരുന്നുണ്ട്. കാരണം ഇന്ന് രാത്രി 8 മണിക്ക് വരണമെന്നാണ് ഇന്നലെ അവൾ അച്ഛന് മെസ്സേജ് അയച്ചിരുന്നത്. അങ്ങനെ അയാൾ വരുമ്പോഴേക്കും വീട്ടിൽ അവളില്ല, വീട്ടിനകത്തെല്ലാം ഉഴപ്പിട്ടിരിക്കുകയാണ്. ഇവളെന്ത് ഇങ്ങനെയൊക്കെ വീടിട്ടേക്കുന്നത്, ഇവളിനി ഇവിടെ ഇല്ലയോ, നാട് വിട്ടു പോയോന്നല്ല അച്ഛൻ ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴേക്കും അവിടേക്ക് അജിൻ എത്തുന്നുണ്ട്. അവളാകട്ടെ അച്ഛന് ഒരു ഗിഫ്റ്റ് എന്നും പറഞ്ഞു അവളുടെ പുറകെ നടക്കുന്ന അയാളുണ്ടല്ലോ, അയാൾ ഒരു തൊപ്പി ഇടാറുണ്ട്.
കൊടുക്കുന്നുണ്ട്. അതേ കണക്ക് ഒരു തൊപ്പി അച്ഛനെ ഗിഫ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അച്ഛനോട് ഭയങ്കര സ്നേഹമുള്ള കണക്ക് അച്ഛന് കാശൊക്കെ ബാഗിലുണ്ടെന്നും പറഞ്ഞൊരു ബാഗ് കൊടുക്കുമ്പോൾ അച്ഛൻ വലിയ സന്തോഷത്തിൽ അത് വാങ്ങി നോക്കുന്ന ടീം ഇതിൽ കാശില്ല, പേപ്പർ ആയിരുന്നു. നീ എന്നെ പറ്റിക്കാൻ നോക്കാണോ എന്ന് പറഞ്ഞ് അച്ഛൻ ദേഷ്യപ്പെട്ട് അങ്ങനെ അവളുമായി ഫൈറ്റ് ചെയ്യുന്നു. ആക്ച്വലി ഇവർ രണ്ടുപേരും കൂടി അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് തന്നെയായിരുന്നു അവൾക്ക് വേണ്ടിയിരുന്നത്. അവൾ അതിന്റെ ഇടയിൽ അച്ഛൻ അറിയാതെ താൻ ഇവിടെ ആക്രമിക്കപ്പെടുന്നു എന്ന രീതിയിൽ ആ ഒരു ജുൻഹോയ്ക്ക് മെസ്സേജ് അയക്കുന്നു. ജുൻഹോ വേഗം തന്നെ അവളെ രക്ഷപ്പെടുത്താനായി ആ ഒരു സ്റ്റോക്കർ പയ്യനാണ് അവളെ ഉപദ്രവിക്കുന്നതെന്ന് ധാരണയല്ല വേഗം അങ്ങോട്ടേക്ക് പുറപ്പെട്ടു വരുന്നുണ്ട്. അങ്ങനെ എത്തുന്ന അയാൾ കയ്യിലുള്ള ബേസ്ബോൾ ബാറ്റ് എടുത്ത് വേഗം അടിക്കുന്നുണ്ട്. അടിച്ച് ചോര ചിന്തിച്ച് ആക്ച്വലി ഇങ്ങനെ പെട്ടെന്ന് അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്തെങ്കിലും അയാൾ ആകെ പേടിച്ച് അവിടെ നിന്ന് പിന്നീട് ഓടിപ്പോകുന്നു. ഈ സമയം പോലീസ് കസ്റ്റഡിയിൽ നിന്ന് റിലീസായി ജുൻസിയോ എത്തുന്നു. ജുൻസിയോ അജിന്റെ താമസ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും ഇയാൾ ഇങ്ങനെ ഓടുന്നുണ്ടും അടുത്ത കാര്യങ്ങളൊക്കെ അവൻ മനസ്സിലാക്കുന്നുണ്ട്. ജുൻഹോ അജിന്റെ അച്ഛനെ ഉപദ്രവിച്ചെങ്കിലും അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ജീവൻ ഉണ്ടായിരുന്നു. പക്ഷെ അജിനാകട്ടെ ആ ബേസ്ബോൾ ബാറ്റ് എടുത്ത് തന്നെ അച്ഛനെ ബാക്കി ജീവനും കൂടി പോകാനായി അടിച്ചങ്ങ് കൊല്ലുന്നുണ്ട്. അതിനുശേഷം അയ്യോഭാവത്തെ പോലെ കരഞ്ഞുകൊണ്ട് വേഗം ആംബുലൻസിനെ വിളിച്ച് അവളുടെ അച്ഛനെ രക്ഷപ്പെടുത്തണമെന്ന് കെഞ്ചി കരയുകയും കോള് കട്ട് ചെയ്ത ശേഷം ഭയങ്കരമായി പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അവളുടെ അച്ഛനായിരുന്നു ഇപ്പൊ അവളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു തൊല്ല. ആ ഒരു തൊല്ലയെ അവൾ ഒരിക്കലും അത് അവളുടെ തലയിലാവാത്ത രീതിയിൽ തന്ത്രപരമായി ഒഴിവാക്കാനായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇതുവരെ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ബാക്കിയുള്ളവരെ സഹായിക്കാനായുള്ള മനസ്സുള്ള കഫേ ഓണറിനെ അവൾ നൈസായി പൂട്ടിയിരിക്കുന്നു. ഈവൻ അയാൾ പോലും അജിന്റെ പുറകെ നടന്ന ആളെ താൻ അടിച്ചു കൊന്നു എന്നാണ് കരുതിയിരിക്കുന്നത്. അത് അവളുടെ അച്ഛനാണെന്നോ അവൾ അയാളെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ ആക്കിയതാണെന്നോ ഒന്നും അയാൾക്ക് അറിയില്ലല്ലോ. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ജുൻസിയോ മനസ്സിലാക്കുന്നുണ്ട്, എത്ര തന്ത്രപരമായിട്ടാണ് അജിൻ കരുക്കൾ നീക്കിയത് എന്ന്. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.